Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ബർത്ത്ഡേ ആണ് ഇന്നത്തെ വീഡിയോന്റെ ബർത്ത്ഡേന്റെ വീഡിയോ ആണ്. അപ്പൊ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ ഡ്രസ് മാറ്റി വരാം. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു സാഹസത്തിന് ഇറങ്ങിക്കുകയാണ്. ഒരു കേക്കിന്റെ മേക്കിംഗ് ആണ്. റാഷിയുണ്ട്, ഞാനും കൂടെ. ആദ്യമായിട്ടാണ് ഞാൻ കേക്കിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ബാക്കിയുള്ള ഫുഡൊക്കെ നമ്മളൊന്ന് കൈവച്ചിട്ടുണ്ട്, പക്ഷെ കേക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അധികം ഒന്നും പറഞ്ഞു തരേണ്ടില്ല എന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഒരു ചാനൽ തുടങ്ങിയാൽ മിക്കവാറും ഇപ്പോൾ കേക്ക് തന്നെ ആയിക്കാറും. അപ്പം നോർമലി ഉള്ള പോലെ തന്നെ, പക്ഷെ ഒരു കളർഫുൾ ആയിട്ടുള്ള കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. യേശുവിൻ്റെ ഡ്രസ്സ് ഒരു കളർഫുൾ ആണ്. അപ്പോൾ കേക്കും നന്നായി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കളർഫുൾ ആയിട്ടുള്ള ഉണ്ടാക്കുന്നത്. ഒരു 8 കളേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നന്നായി ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അളവും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇറങ്ങിയപ്പോഴും അറിയുന്നട്ടാ, അത് അത്യാവശ്യം പണിയുള്ള ഒരു പരിപാടിയാണ്. അത്യാവശ്യം സമയം വേണം. പക്ഷെ തുടക്കമായ കൊണ്ടായിരിക്കാരം എനിക്കധികം കുറച്ച് സമയമൊക്കെ പിടിച്ച്. കാരണം ലേറ്റ് ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ നിന്നത്. പിന്നെ കുറച്ച് നേരം വൈകി. പിന്നെ എല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടണ്ടേ. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ലേറ്റ് ആയെങ്കിൽ കൂടി അടിപൊളിയായിട്ട് സംഭവം വന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഫൈനൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള സംഭവം. ഞാൻ രണ്ടാളും പാടെ ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു ലെയർ ചെറുതായിട്ടൊന്ന് കൊളായെങ്കിൽ കൂടിയും പക്ഷെ ബാക്കിയുള്ളതൊക്കെ പിന്നെ അടിപൊളിയായിട്ട് വന്നു.
അപ്പോൾ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ബീറ്റ് ചെയ്യാൻ നമുക്ക് അധികം എക്യുപ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ കപ്പ്, ഈ മെഷർമെന്റ് കുറച്ച് കപ്പുകളും ഈ ഒരു ബീറ്ററും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ചെയ്തു. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാം അടിപൊളിയായിട്ട് വന്നു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ നന്നായി വന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓരോ പാത്രത്തിലേക്കൊക്കെ കറക്റ്റായിട്ട് ഒഴിച്ച് വെച്ചു. അതിലോട്ട് കളർ ആഡ് ചെയ്തു. നമുക്ക് ആകെ 4 കളേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് നമ്മളെ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിച്ചിട്ട് കളറൊക്കെ ഉണ്ടാക്കി. എന്തായാലും 8 കളേഴ്സ് ആക്കി. ഇപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റിൽ കാണുമ്പോൾ 6 കളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വലിയൊരു ഫാമിലിയാണ്, ലാസ്റ്റ് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ പിള്ളേരൊക്കെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഏറ്റവും ഒരു കഷ്ണം കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ പിന്നെ വീണ്ടും കൂട്ടിയിട്ട് 2 കളറും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 8 കളേഴ്സ് ആക്കിയത്. ആദ്യം 6 കളറാ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 8 ആക്കി, തികയില്ല എന്ന് വിചാരിച്ചപ്പോൾ. അങ്ങനെ അടിപൊളിയായിട്ട് കളറുകളും സംഭവങ്ങളൊക്കെ സെറ്റപ്പാക്കി. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് പരീക്ഷിച്ചെങ്കിലും അടിപൊളിയായിരുന്നു. റാഷി ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഞാൻ ഇതിന് മെനക്കെടാറോ നിൽക്കാറോ ഒന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ സമയം വേണം, കുറച്ച് ക്ഷമ വേണം. എന്നാലും കുഴപ്പമൊന്നുമില്ല, സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ കളർ 1, 2, 3 ഡ്രോപ്സ് ഒന്നും എത്തിച്ചാൽ യാതൊരു കളറും ഇല്ല കേട്ടോ. ഒരു 4-5 ഡ്രോപ്സ് ഒക്കെ എത്തിച്ചാൽ 5, 6 ഒക്കെ വേണം, എന്നാലാണ് അത്യാവശ്യം കളർ വരുന്നത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ 6 കളർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 കളർ നമ്മൾ നിങ്ങൾക്ക് ഇതിൽ കാണില്ല കേട്ടോ, കാരണം നമ്മൾ സാധനമൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം കാണുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ 6 കളർ നമ്മൾ സെറ്റാക്കി. നമ്മൾ ഓവണിലും നല്ല ചെയ്ത് കിട്ടാൻ നോർമലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോലെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് മൂടി വെച്ച് തന്നെ ചെയ്തത് കേട്ടോ. അല്ലാതെ ഓവണിലും നല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നാലും സംഭവം അടിപൊളിയായി. ഇപ്പോൾ എങ്ങനെ ചെയ്താലും ഫൈനൽ റിസൾട്ട് അടിപൊളിയായാൽ മതിയല്ലോ. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. വിപ്പിംഗ് ക്രീമായിരുന്നു, പക്ഷെ നന്നായി പതഞ്ഞ് ഈ പറയുന്ന പോലെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ 8 കേട്ടോ. അടിപൊളി കളേഴ്സ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും പാടെ തന്നെ എല്ലാം ചെയ്തത്. പിന്നെ ഇനി ഡെക്കറേഷൻ കണ്ടിട്ട് മോശമാണെന്നും പറയരുത്, കാരണം വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തിലൊരു സംരംഭമാണ്, തുടക്കമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ. കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ, കുറേ പേർക്ക് ഇതിൽ പുലികളാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. പക്ഷെ കേക്ക് അടിപൊളിയായിരുന്നു, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത് ഇതൊന്നും ഇല്ല കേട്ടോ, നമ്മളെ കുറുക്ക് വിദ്യകളെ കൂടിയിട്ടൊക്കെ ചെയ്ത പരിപാടികളാണ്. അപ്പോൾ ആരും കളിയാക്കൊന്നും ചെയ്യരുത്, പ്രോത്സാഹിപ്പിക്കുക. നമ്മളേതായ ലെവലിലാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ്, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം. ഓക്കെ.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയ വീഡിയോ ആണ്, എല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ ബൈ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.